പോലീസുകാരൻ തല്ലി, പോലീസുകാരൻ സ്ത്രീയെ ആക്രമിച്ചു, പോലീസുകാരൻ വിവാഹ പാർട്ടിക്കാരുടെ ഇടയിലേക്ക് വണ്ടി ഇടിച്ച് കൊണ്ടു ചെന്ന് അവരെ കാല് തല്ലി ഓടിച്ചു അല്ലെങ്കിൽ കൈ തല്ലി ഓടിച്ചു, പോലീസുകാരൻ ഓട്ടോക്കാരെ പിടിച്ചു വലിച്ചിറക്കി മർദ്ദിച്ചു. അങ്ങനെ പോലീസുകാർക്കെതിരെ എന്തോരം കേസുകളും പരാതികളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്നല്ല, ഈ സോഷ്യൽ മീഡിയ മുഴുവനും പോലീസുകാർക്കെതിരെ കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസുകാരൻ മർദ്ദനമേറ്റ് മരിക്കുകയുണ്ടായി. പക്ഷേ ഈ കൊള്ളൊക്കെ ഒന്നും അപ്പോൾ കണ്ടില്ല. ഡോക്ടർമാർ കുത്തേറ്റ് മരിക്കുമ്പോഴും ഡോക്ടർമാർ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുമ്പോഴും ഒക്കെയും കേരളം മുഴുവൻ കരയുകയും കത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഒരു സേനയിലുള്ള ഒരാൾ, ഒരു പോലീസുകാരൻ, അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് മർദ്ദനമേറ്റ് മരിച്ചത്? സാർ ആ വാർത്ത കണ്ടിരുന്നില്ലേ? കണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ നമുക്ക് വളരെ അടുത്ത കോട്ടയം ഒരു പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ, വളരെ ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു തട്ടുകടയിൽ ഒരു തർക്കം സംബന്ധിച്ച് അവിടെ ചെന്ന് അയാളെ ചവിട്ടി കൊല്ലുമായത്. അവിടെ ഇട്ട് ഒരു പ്രതി, അവർ മദ്യപാനിയായിരുന്ന, അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചൊന്നും അറിയത്തില്ല, എന്നാലും ഒരു നിയമപാലകനെ, ഒരു കോട്ടയം ഏറ്റുമാനൊരു സ്ഥലത്ത് ഒരു തട്ടുകടയിൽ വെച്ച് ചവിട്ടി കൊന്നിട്ട്, അതെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ഒരു ഇത് വന്നിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ടില്ല. മറ്റേ പോലീസിന്റെ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും, അവർക്ക് ജോലി കിട്ടുമായിരിക്കും, കുടുംബത്തെ അവർ രക്ഷിക്കുമായിരിക്കും. അവരുടെ IG വന്നു, ഇന്നലെ പോലീസ് IG അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ നിർത്തനമായ ഒരു കുടുംബം കുട്ടികളുമായിട്ട്. ഞാൻ അതിന്റെ ന്യൂസുകളെല്ലാം വായിച്ചായിരുന്നു. പക്ഷെ ആരും ഇതിനെപ്പറ്റി ഒരു പ്രതികരണ നടപടി, എല്ലാവരും പോലീസിനെ കുറ്റം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ കാര്യങ്ങൾ, അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ, പൊതുജന മധ്യത്തിൽ ഒരു സാധാരണക്കാരന് പോലും ഉള്ള ഒരു ആനുകൂല്യം പോലീസുകാരന് കിട്ടിയോന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം പറഞ്ഞ മന്ത്രിമാരൊക്കെ അവിടെ ചെന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നാലും ഒരു സാധാ ഒരു പ്രതിയുടെ, ഒരു മയക്കുമരുന്നിന്റെ ഒരു പ്രതി, വളരെ ചെറുപ്പക്കാരനായ ഒരു പ്രതി, അവരെ ചവിട്ടി കൊല്ലുമായത്. നമ്മൾ ഇന്നലെ ആ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടിരുന്നൊക്കെ കണ്ടായിരുന്നു. അവൻ വലിയ തലമുടി ചീകി റെഡിയാക്കി പല രീതിയിലാക്കി. കാരണം നമ്മുടെ നാട്ടിലെ കുറ്റങ്ങൾക്ക് വളരെ ശിക്ഷകൾ വളരെ കുറവായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ശിക്ഷകളിൽ വളരെ കുറവ്. കാരണം ഏത് പ്രതിയെ ആരെ ചവിട്ടി കൊന്നാലും എന്ത് ചെയ്താലും 5 കൊല്ലം കഴിയുമ്പോൾ 6 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി വരാം. അവരെ തെളിവിന് കൊടുക്കുന്നു, അവർക്ക് എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ജയിലിൽ അവർക്ക് നല്ല ഫെസിലിറ്റി ആണെന്നാണ് പൊതുവെ ഇപ്പോൾ ഒരു ധാരണ. അതാണ് എനിക്ക് തോന്നുന്നത് അക്രമങ്ങൾ കൂടുതൽ കേരളത്തിൽ കയറി വരുന്നത്. അതിനെപ്പറ്റി എന്നാ പറയുന്നു? ശരി, സാറ് പറഞ്ഞത് പൂർണ്ണമായിട്ടും കറക്റ്റ് തന്നെയാണ്. കാരണം പേടിയില്ല ആൾക്കാർക്ക്. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നടു റോഡിൽ ഒരു തട്ടുകട എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടുന്നൊരു സ്ഥലമാണ്. ആ തട്ടുകട മധ്യത്തിലിട്ട് ഒരു ചെറുപ്പക്കാരനായ പോലീസുകാരനെ ചവിട്ടി കൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നിയമത്തിന്റെ കാര്യത്തിൽ. അതായത് ആൾക്കാർക്ക് ഒരു പേടിയില്ല. ഇപ്പോൾ വീട്ടുകളിൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് കാലം കഴിഞ്ഞു, 2020 തുടങ്ങിയതിന് ശേഷം അക്രമങ്ങളുടെ പരമ്പരയാണ്. വാർത്ത അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്തകളൊന്നും അന്വേഷിച്ചു പോകണ്ട. പകരം ഈ പറയുന്ന പോലെ കാമുകനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു, അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞ പോലെ തിരുവനന്തപുരം ഡോക്ടർ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. അതോടൊപ്പം തന്നെ ഈ കാമുകിമാർ കത്തിച്ച് വിഷം കൊടുത്തു കൊല്ലുന്നു. അങ്ങനെ ഈ വീട് കത്തിക്കുന്നു, അച്ഛനെ അമ്മയും കൊല്ലാൻ വേണ്ടി വീട് കത്തിക്കുന്നു, വീട്ടിൽ നിറയ്ക്കുന്നു. അങ്ങനെ അക്രമങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പക്ഷേ ഇവരെയൊക്കെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ആരുണ്ട് സാറേ? നമ്മുടെ പോലീസുകാരേ ഉള്ളൂ അല്ലേ? ഉറപ്പായിട്ടും നമ്മുടെ പോലീസുകാരെന്ന് പറയുമ്പോൾ കേരള പോലീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. എല്ലാ കേസുകളും എനിക്ക് തോന്നുന്നു ഒരു 99% കേസുകൾ അവർ തെളിയിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് പോലീസുകാരെന്നൊക്കെ പറഞ്ഞൊരു പേടിയുണ്ട്. എന്നാൽ പോലും ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും, ഇപ്പോൾ ഒരു മരണം ഉണ്ടായാലും അപകടം ഉണ്ടായാലും ഏത് സമയത്തും ഡ്യൂട്ടിയിൽ അവർ ഓടിയെത്തുന്ന ഒരു പോലീസുകാരാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടുമുണ്ട്. അവരിവിടെ ശക്തമായിട്ടുള്ളതുകൊണ്ടല്ലേ നമ്മളിതിൽ ഇറങ്ങി നടക്കുന്നത്. നമ്മളൊരു സിനിമയെ കണ്ടതല്ലേ, പോലീസ് സ്റ്റേഷനോ സംവിധാനങ്ങളോ ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിടിച്ചുപറിയും അക്രമങ്ങളും അരാജകത്വം ഇവിടെ അഴിഞ്ഞാടുന്ന ഒരു സമയത്തുണ്ട്. പോലീസുകാരെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട ഒരു സ്ത്രീയെ മർദ്ദിച്ചു, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ, ഇന്നലെ ഇടുക്കി ജില്ലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചു. SI ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ചെലവിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞു, ചെലവിന് കൊടുത്തില്ല. അല്ല, അവന്റെ ആശുപത്രി ചെലവിന് കൊടുത്തില്ലെന്നാ പറഞ്ഞത്. ആശുപത്രി ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് ഇന്നലെ SP കംപ്ലൈന്റ് ചെയ്തു. അതൊക്കെ വളരെ ചുരുക്കം ചില കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പോലീസ്. അതിപ്പോ എല്ലാ സേനയിലും ഏത് രംഗത്തായാലും നല്ലവരും ചീത്തയുണ്ട്. പക്ഷെ പോലീസിനെയൊക്കെ കുറെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, കുറെയൊക്കെ അവരോട് നമ്മൾ സഹകരിക്കണം എല്ലാ കാര്യത്തിനും. എന്നാലേ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ വെച്ചാൽ നമുക്കിവിടെ കുടുംബമായിട്ട് മറ്റുള്ള ജീവിക്കേണ്ടവർക്ക് പോലീസ് സ്റ്റേഷൻ ഒരു അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി തീർച്ചയായും സാറ് പറഞ്ഞ കാരണം സാർ ഇവിടെ നടക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ സാറ് കുടുംബമായിട്ട് ബീച്ചിൽ പോയി ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാനും കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു. രാത്രിയൊന്നും സെക്കൻഡ് ഷോ ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ പോകുന്നതിന്റെ കാരണം 24/7 പോലീസുകാർ അലർട്ടായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാറും ഞാനും കൂടെ ഒരു വാർത്ത ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണോ മെൻഷൻ ചെയ്ത് അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? അത് പോലീസുകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ, പോലീസുകാരുടെ കയ്യിൽ നിന്ന് പവർ പോയാൽ അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ പോലീസുകാരെ ഇങ്ങനെ നമ്മൾ തേജോവധം ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പത്തനംതിട്ടയിലെ കേസ് തന്നെ ആയാലും നമുക്ക് എല്ലാ ഭാഗങ്ങളും നോക്കേണ്ടതുണ്ട്. അവർ ഈ പറയുന്ന വ്യക്തിയിൽ ഇപ്പോൾ CCTV ഫൂട്ടേജ് പുറത്തു വരുന്നത്, ഈ പറയുന്ന പത്തനംതിട്ട വിവാഹ പാർട്ടി കഴിഞ്ഞ് വന്ന ടീമുകൾ ബാറിന്റെ മുമ്പിൽ 7 മിനിറ്റോളം നിന്നിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ ബാറിന് മുമ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരും ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവാം, അവർ മദ്യലഹരിയിലാണ്. പക്ഷേ എന്നാലും ഈ പത്തനംതിട്ടയിലെ കേസിൽ നമ്മൾ ഒരിക്കലും പോലീസുകാരെ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അയാൾക്ക് സസ്പെൻഷൻ കിട്ടി. അത് തീർച്ചയായിട്ടും അയാൾ ചെയ്തത് അവരുടെ മുമ്പിൽ വണ്ടി ചവിട്ടി നിർത്തിക്കൊണ്ട്
നേരെ അങ്ങ് ചവിട്ടി അങ്ങ് ഇറക്കും. അതായത് ഏതൊരാളെ അങ്ങ് കയറി അങ്ങ് ചവിട്ടി ചാടി, സുരേഷ് ഗോപിയൊക്കെ ചാടി ഇറങ്ങി ചവിട്ടി ഇടുമായിരുന്നു. അത് നമ്മളെല്ലാവരും അവരെ 100% ചെയ്ത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസുകാർ ഇപ്പോൾ ഈ പറഞ്ഞൊരു ഫോട്ടോക്കാരനെ മർദ്ദിച്ച കേസും ഒക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ എന്ന് കരുതി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഒരു പ്രകടനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു പ്രകടനമുണ്ട്, SIക്ക് സസ്പെൻഷൻ കൊടുത്തു, നരാധമന്മാരാണോ ക്രിമിനൽസ് ആണോ, ശരിയാണ്, അങ്ങനെ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു 60% കേസുകളിലും ഈ ക്രിമിനൽസിനെയും ഈ പീഡനവീരന്മാരെയും ഈ റേപ്പിസ്റ്റുകളെയും ഈ കൊലപാതകളെ ഒക്കെ പൊക്കിക്കൊണ്ട് വരുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ഒരു ബഹുമാനം നമുക്ക് കൊടുക്കാം. കാരണം ഇവൻ സ്കൂളുകളിലാണെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങളെ കാര്യങ്ങളിൽ പോലും ഇപ്പോൾ പോലീസുകാരാണ് ഇടപെടുന്നത്. കാരണം വേറെ സ്വന്തം അച്ഛനും അമ്മയോട് പോലും ഇല്ലാത്ത പേടിയും ബഹുമാനവും പോലീസുകാരോട് മാത്രമേ ഇന്ന് സ്കൂളുകളിലും ഉള്ളൂ. കാരണം സ്കൂളുകളിലും അധ്യാപകരെ വിലയില്ല, അവർ പറഞ്ഞാൽ കേൾക്കില്ല. അവിടെ മയക്കുമരുന്ന് കഞ്ചാവും കൊണ്ടുവരുന്നില്ല, സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ പോലീസിനെ വിളിക്കും, അവർ പോലീസ് വന്ന ഉടനെ കുട്ടികൾ പേടിക്കും. അതേ നടക്കുന്നുള്ളൂ. ഇച്ചിരി പേടി വേണമെങ്കിൽ പോലീസുകാരെ മാത്രമേ പേടിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്നത് സാർ അത് കേട്ടിട്ട് ഉറപ്പായിട്ടും അതെ. നമ്മുടെ നാട്ടിൽ ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരും പെൺമാനിഫക്കാരും ഒക്കെ പേടിച്ച് നിൽക്കുന്ന ഈ പോലീസുകാരുള്ളതുകൊണ്ടാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കുന്നത്. ഉറപ്പായിട്ടും അറിയാം, പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ 2 അടി കൊടുക്കും. അടിയെ കേസിനെയും പേടിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഇത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്നേരം പോലീസുകാർക്ക് നമ്മുടെ ഒരു പൂർണ്ണ സപ്പോർട്ട് കൊടുക്കണം. കാരണം നമ്മൾ നിരവധി സൈബർ തട്ടിപ്പുകൾ കാണുന്നുണ്ട്, നിരവധി തട്ടിപ്പുകൾ. ആ തട്ടിപ്പുകളുടെ എല്ലാം അവസാനം പോലീസുകാരാണ് ഇത് പിടിച്ച് കൊടുക്കുന്നത്. വലിയ വിദ്യാഭ്യാസമുള്ളവരെ തന്നെ നിരവധി തട്ടിപ്പുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തായിരുന്നു. നിരവധി തട്ടിപ്പുകൾ എല്ലാം പിടിക്കുന്ന അവസാനം പോലീസാണ്. നമുക്ക് നിവൃത്തിയില്ലാവുന്ന അവസാനത്തെ നമ്മുടെ ആശ്രയം എന്ന് പറയുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. അന്നേരം എല്ലാവർക്കും ഒരു ഭയമുണ്ട്. സാധാരണ ഒരു മീഡിയം പാർട്ടികൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിയുണ്ട്. എങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിച്ചു. അവസാനം ആശ്രയം എന്നുള്ളത് പോലീസാണ്. നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കുന്ന, ഇപ്പോൾ ശാലി പറഞ്ഞുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ നമ്മൾ ധൈര്യമായിട്ട് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാനുള്ള കാരണം തന്നെ അല്ലെ കള്ളന്മാരും പിടിച്ചവർക്കാരും ഉറപ്പായിട്ടും നമ്മളെ പിടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും. പല സംസ്ഥാനങ്ങളിൽ ഇതിലും മോശമായിട്ട് പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അടിസ്ഥാനമായിട്ട് പോലീസ് വളരെ സ്ട്രോങ് ആണ്. അവർ കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ ചില പോരായ്മകളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, എല്ലാ ഇതിനകത്തും ഉണ്ട്. പോലീസുകാരാണെങ്കിലും അവർക്ക് പല ബന്ധങ്ങളും പല വഴിവിട്ട ബന്ധങ്ങളുള്ള പോലീസുകാരും ഒക്കെ എല്ലാവരെയും പണത്തിന് വേണ്ടി കൈക്കൂലിക്ക് വേണ്ടി ചെയ്യുന്ന അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അതൊന്നും അടച്ചു പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 10-20% ആൾക്കാരായിരിക്കും പോലീസിലെ ക്രിമിനലുള്ളത്. അവരെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് പോലീസിന്റെ DGP തന്നെ പറയുന്ന നമ്മയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്നേരം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൊടുത്തപ്പോൾ ഡോക്ടറുടെ കാര്യം പറഞ്ഞാൽ ഡോക്ടർ മരിച്ചു. ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറും അവർ ആശുപത്രിയിൽ ഒരു പ്രതി കുത്തിക്കൊന്നു. നമ്മൾ വളരെ എല്ലാവർക്കും വേദനയുള്ളൊരു കേസാണ്, ആരും അംഗീകരിക്കുന്നില്ല. ബംഗാളിലൊരു ഡോക്ടറെ കുത്തിക്കൊന്നു. അതൊക്കെ നമ്മൾ ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ ന്യൂസാണ്. ഒരു പോലീസുകാരനെ മാത്രം കോട്ടയം ജില്ലയിൽ ചവിട്ടിക്കൊന്നിട്ട് അത് വലിയ ന്യൂസായിട്ട് വന്നോ ഇല്ലയോ നമുക്ക് സംശയമുണ്ട്. മന്ത്രിമാരൊക്കെ ചെന്നു അനുശോചിച്ചു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ പരിപാടിയായിരുന്നു. എന്നാലും അവർ എനിക്ക് തോന്നുന്നു അത്ര ഒരു പ്രാധാന്യം അതിന് കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് ഇച്ചിരി ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ അവർ പോലീസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരും കുടുംബമൊക്കെ ഇല്ലാതെ തന്നെ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ തന്നെ 24 hours രാത്രി മരണത്തിലും കൊലപാതകത്തിലും ഇങ്ങനെ ഡ്യൂട്ടി വന്ന് നടക്കുന്ന അവർക്കും ചെറിയൊരു സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനെപ്പറ്റി എന്ത് പറയുന്നത്? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇപ്പോൾ സാറേ ഈ പറഞ്ഞ സംഭവം, അതായത് ഈ പത്തനംതിട്ടയിലെ കേസ് പറഞ്ഞ് ആൾക്കാർ എല്ലാ ചാനലുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കര വാർത്തകളാണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവൻ എന്ത് ധൈര്യം, അയാൾ എന്താണ്, നേരത്തെ അയാൾ പ്രശ്നക്കാരനാണ്, ഒക്കെ സമ്മതിച്ചു. നമ്മളത് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ചോദിക്കും, ഈ 2 ദിവസങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 48 മണിക്കൂറുകൾക്കോ 3-4 ദിവസങ്ങൾക്കോ മുൻപോ ഒരു പോലീസുകാരനെ, വളരെ ചെറുപ്പക്കാരൻ്റെ പോലീസുകാരനെ ചവിട്ടിക്കൊന്നപ്പോൾ, മൃതപ്രായനായി ചവിട്ടി മർദ്ദിച്ചു കൊന്നപ്പോൾ എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് ഗർജിച്ചില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വാർത്തകൾ കൊടുത്തു? ജസ്റ്റ് ഒരു വാർത്തയായിട്ട് കൊടുത്തു ഈ പറയുന്ന പോലെ. അപ്പോൾ അവരെങ്ങനെയും മരിച്ചോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്, നായ്ക്കളുടെ വില പോലും കൊടുക്കാത്തൊരു നാട്ടിലാണോ നമ്മളിന്ന് ജീവിക്കുന്നത്? അവർ അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി. ശരിയാണ്, അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് ഈ പറയുന്ന പോലെ എല്ലായിടത്തും കയറി ചെല്ലാം. എന്നിരുന്നാൽ പോലും സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഒരു ആപത്തുണ്ടായാൽ താങ്കൾ വരണം ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അവർ ഷൂസും പാപ്പാസും ധരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു കാര്യം സംശയമാണ്. അത് മാത്രമല്ല, ഈ പോലീസുകാരന് പകരം ആ ചെറുക്കനാണ് മരിച്ചിരുന്നെങ്കിൽ, ഈ പ്രതിയാണ് നേരെ തിരിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ സാർ, ഈ നാട്ടിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുക, സമരവും ബന്ധവും മറ്റേ കൂക്കിവിളിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇനി ലൈവ് ചാനൽ ചർച്ചകൾ, അന്തിച്ചർച്ചകൾ ഇതെല്ലാം നടത്തുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ പോലീസുകാരന് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. കാരണം അയാൾക്ക് വേണ്ടി ആരും ഇവിടെ കിടന്ന് ഗർജിക്കുന്നില്ല. അയാൾ മരിച്ചു, അതൊരു പോലീസുകാരനല്ലേ. ഇനിയിപ്പോൾ പോലീസ് വന്ന് റീത്ത് വയ്ക്കും, വെടിപൊട്ടിക്കും, ഔപചാരികമായിട്ട് അയാളെ സംസ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾക്ക് ഇനി അയാളുടെ വീട്ടിലുള്ള അയാളെ അനന്തരാവകാശിക്ക് ജോലി കിട്ടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇത്തരം മ്ലേച്ഛമായ ചിന്താഗതിയാണ്. പക്ഷേ അയാൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അയാളുടെ അമ്മയോ പെങ്ങളോ അല്ല, പക്ഷേ പകരം എൻ്റെ നാട്ടിലുള്ള ജനങ്ങളാണ്, എൻ്റെ നാട്ടിലെ സ്ത്രീകളാണ്, അവർ അങ്ങനെ ആക്രമണത്തിന് ഇരയാവേണ്ടവരല്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഭൂരിഭാഗം പോലീസുകാരും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല, ജനങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക്. അതുകൊണ്ടാണല്ലോ പോലീസുകാരൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ അയാൾക്ക് ധൈര്യം തോന്നി. പിന്നെ സാറ് പറഞ്ഞ വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. അത് വന്ന് ആരെയും കൊല്ലാം, അതായത് ഈ പറഞ്ഞ കാമുകൻ കാമുകിയെ കൊല്ലുന്നു, അതുപോലെ അച്ഛനമ്മമാരെ ചുട്ടരിക്കുന്നു, അമ്മ തിരിച്ചു കൊല്ലുന്നു.
അത് എന്തുകൊണ്ടാണ് സാർ പറഞ്ഞ പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലുള്ള കടുത്ത ശിക്ഷകൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഇവരെ വല്ലാതെ എനിക്കൊന്നു അതിലേക്ക് മോഹിപ്പിക്കുന്നു. കൊലപാതകങ്ങളും ആക്രമണങ്ങളും കാണിക്കാൻ അതിന് ധൈര്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് ശരിക്കും എന്താണ് ചെയ്യാൻ പറ്റുക സാറേ നമുക്കിപ്പോൾ? ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നമ്മൾ പോലീസുകാരെ അല്ലെ സമരത്തെയോ പോലീസുകാരെയോ ഒന്നും ന്യായീകരിക്കുന്നതല്ല. നമ്മൾ ഏത് സമരമായാലും പോലീസുകാരൻ ഒരാളെ അടിച്ചു, അല്ലെ പിറ്റേ ദിവസം SI ക്ക് സസ്പെൻഷൻ, മറ്റവർക്ക് സസ്പെൻഷൻ, ഈ കണ്ണീർവാതകം പ്രയോഗിച്ചു, മന്ത്രിയെ തടഞ്ഞു, നിരവധി കേസുകളിൽ ഇപ്പൊ അവർ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുറേയൊക്കെ അവർക്ക് പ്രവർത്തിക്കേണ്ടവർ ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിപ്പോൾ ഇതിന് മാറ്റം വരുത്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. പോലീസുകാരുണ്ടെങ്കിൽ പോലീസിനകത്ത് എന്തെങ്കിലും മോശമുള്ളവരുണ്ട്, അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച നിയമ നടപടികൾക്ക് വിധേയമാക്കി കുറേയൊക്കെ നന്നാക്കി കൊണ്ടുപോകാമെന്ന് മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. കുറേ ആൾക്കാരെയൊക്കെ കൗൺസിലിംഗ് ചെയ്യിക്കുക. ഇതിനകത്ത് പോലീസുകാർ പച്ചമലയാളത്തിൽ പറഞ്ഞ പോലീസുകാരനകത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ക്രിമിനലുകളുണ്ടെങ്കിൽ ആ ക്രിമിനൽ ഇതുള്ള മൂവ്മെന്റ് ഉള്ളവരെ പിടിച്ച കൗൺസിലിംഗ് ഒക്കെ നടത്തി അവരെ കുറേയൊക്കെ പേരെയൊക്കെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അങ്ങനെയുള്ള സെക്ഷനിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ഗവൺമെന്റ് സർക്കാർ ഏറ്റവും നല്ല ആൾക്കാരെ ഏറ്റവും മുൻനിരയിൽ കൊണ്ട് നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് കുറേയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാന്നല്ലോ. പെട്ടെന്ന് ഒറ്റയടിക്ക് എല്ലാം ഒന്നും മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ടോ ഗവൺമെന്റിനെ കൊണ്ട് പറ്റത്തില്ല. ഗവൺമെന്റും ഒക്കെ പരമാവധി അതിന് സഹകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പരമാവധി അവർ ശ്രമിക്കും അതിന് വേണ്ടിയിട്ട്. പക്ഷേ അത്രയൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വിഭാഗം ഇതിനെതിരെയുണ്ട്. ഇപ്പൊ ശാരിക സൂചിപ്പിച്ച പോലെ പോലീസുകാരന് പറയാൻ മറ്റേ പയ്യനെ അടിച്ച് പോലീസുകാരൻ കൊന്നെങ്കിൽ അത് വലിയ വിവാദമായിരുന്നു. പോലീസ് ആളെ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ ഇതിനകത്തിട്ട് കൊന്നു, അല്ലെങ്കിൽ സ്റ്റേഷനിലിട്ട് കൊന്നു, തല്ലിക്കൊന്നു, സെല്ലിലിട്ട് തൂക്കിക്കൊന്നു, അണ്ടർവെയറിന്റെ വള്ളിയെ തൂക്കിക്കൊന്നു, അങ്ങനെ നിരവധി ആരോപണങ്ങൾ വരും. പക്ഷെ അതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം എല്ലാ വിഭാഗത്തിലും നമ്മളിപ്പോൾ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രതികളെ എന്നല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ സൃഷ്ടിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പോലീസിനെയൊക്കെ അറിയിച്ച് അവർക്കൂടെ കുറേയൊക്കെ സപ്പോർട്ട്. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെ ഒരു പേടി തന്നെയുണ്ട് ഇപ്പോഴും. പക്ഷേ ഈ കള്ളന്മാർക്ക് നല്ലൊരു പേടിയുണ്ട്. കിട്ടിയാൽ അടി കിട്ടും, അല്ലെങ്കിൽ കിട്ടിയ ഏതെങ്കിലും തരത്തിൽ അവരെ കേസിൽ പെടും. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ ആക്രമണങ്ങൾ വീണ്ടും കൂടും. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മോഷണവും അങ്ങനെയുള്ള പല മോഷണങ്ങൾ, പുറത്തുനിന്നുള്ള ആൾക്കാരുടെയൊക്കെ മോഷണങ്ങളൊക്കെ നമ്മളോട് കുറേ പേരെ കുറുവാ സംഘവും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അതൊക്കെ കുറേയൊക്കെ പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതെ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ തീർച്ചയായിട്ടും സാറ് പറയുന്ന പോലെ ആൾക്കാർ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടെ കിടന്നുറങ്ങി രാത്രികൾ സഞ്ചരിക്കുകയും നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ തുറന്നു വയ്ക്കുന്നതിൻ്റെ കാരണം നമ്മുടെ നിയമപാലകർ തന്നെയാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിച്ചേ മതിയാവും. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ അതിൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള ചെറിയ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പോലീസ് മന്ത്രി തന്നെ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് വന്നിട്ടുണ്ട്. 50% അല്ലെങ്കിൽ 40% ക്രിമിനലുകളുണ്ട്. അപ്പോൾ ഇതിന് ഫിൽട്ടറേഷൻ നടത്തി അല്ലെങ്കിൽ ഒരു PSC എഴുതി ഡയറക്റ്റായിട്ട് കുറേ പോലീസുകാരെ അങ്ങ് എടുത്ത് ട്രെയിനിങ് കൊടുത്ത് പുറത്തുവിടുന്നതിന് പകരം അവരുടെ ബാക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കിക്കൊണ്ട് അവരെ ഏറ്റവും നല്ല ഒരു നിയമപാലകരാക്കി മാറ്റി ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്ന നല്ലൊരു നിയമപാലകരാക്കി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെന്റും തന്നെയാണ്. അല്ലാതെ അവരിങ്ങനെ കരിവാരി തേക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഒക്കെ തന്നെയാണ് ഗുണം.